മാപ്പ് മുരുകല്ലേ? ഇത് ഒറിജിനൽ മാപ്പ്. ഇതാണ് കറക്റ്റ് ഒറിജിനൽ പോലെ തോന്നുന്നത്. പേര് പോലെ തന്നെ ബോട്ടിലിനൊരു ചെരുവ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 3 ഐൽ ഓഫ് വൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. അതിന് രാജേഷ് ഇവിടെ കാര്യമായിട്ട് ഐൽ ഓഫ് വൈറ്റിന്റെ മാപ്പ് വരെ വരച്ചു. ഇത് ഒറിജിനൽ മാപ്പ്. ഇതാണ് കറക്റ്റ് ഒറിജിനൽ പോലെ തോന്നുന്നത്. കറക്റ്റ്, അടിപൊളി. മാപ്പ് വരച്ചിട്ട് നമുക്ക് പോവാനുള്ള സ്ഥലങ്ങളൊക്കെ എന്താ പറയാ മാർക്ക് ചെയ്തിട്ട് ടൈം വെച്ച് ഭയങ്കര ഐറ്റിനറി എന്താ പറയാ സെറ്റപ്പാ. സന്തോഷേട്ടാ, ഇനി എന്താ വേണ്ടത് നമുക്ക്? മാപ്പ് ഫോളോ ചെയ്യാം, നമ്മുടെ ട്രഷർ ഹണ്ടൊക്കെ പോലെ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോഫി ആൻഡ് ബ്രെഡ് ബട്ടർ ജാം ബൈ സന്തോഷേട്ടൻ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ രാവിലെ മാപ്പൊക്കെ വരച്ച് ഐറ്റിനറിയൊക്കെ റെഡിയാക്കിയില്ലേ, അത് പ്രകാരം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വന്ന സ്ഥലം എവിടെയാണെന്നുള്ളത്. മാള് എവിടെയാ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കണേ? ഇത് പണ്ടുണ്ടായിരുന്നു ജീവിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഡൈനോസർ അയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡൈനോസേഴ്സ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോണേ. നല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഡൈനോസറിന്റെ. എവിടെയൊക്കെയാണ് ഡൈനോസറെ കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അതിൽ നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് ആഫ്രിക്ക കാണിക്കുന്നുണ്ട്, ഐലോബൈറ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന ഐലോബൈറ്റ് ഇതാണ്. ഇത്രയും ഡൈനോസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ബെൽജിയം, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ചൈന. അപ്പോൾ ഇന്ത്യ ഇല്ല. ഇന്ത്യയിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഡൈനോസർ കാണുന്നില്ല. റിയൽ ആണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ദ മോഡൽ വില്ലേജ്. ഒരു പഴയ ഒരു ടൗണിൻ്റെ ചെറിയ മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അത് കണ്ടോ സൈഡിൽ ഞങ്ങളൊക്കെ വലിയ എന്താ പറയുക ഭീമാകാരമായിട്ടുള്ള മനുഷ്യന്മാരായി മാറി. പെട്ടെന്ന് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറി താമസിച്ചോ. പണ്ടത്തെ സ്റ്റോൺ എന്താ പറയുക സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ മോഡൽ, പക്ഷെ ഏറ്റവും ചെറിയ ചെറിയ വേർഷൻസ്. ഈവൻ ട്രീസ് വരെ അവർ സെറ്റ് ചെയ്ത് ചെറിയ വേർഷൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ടോയ് ടൗണിലേക്കൊക്കെ വന്ന പോലത്തെ ഒരു ഫീൽ. എയർബേസിന്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പണ്ടത്തെ എയർബേസ്, ശരിക്കും ഒരു പഴയ വില്ലേജ്, ഒരു ഷാങ്ക്ലിൻ വില്ലേജിനെ അവർ ശരിക്കും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. നല്ല എഫേർട്ട് ഉണ്ട് എന്തായാലും, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല എഫേർട്ട് എടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് വർത്ത് എ വാച്ച്. ഇവിടെ ഒരു പള്ളിയുടെ മോഡൽ വെച്ചിട്ടുണ്ട്. സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ പഴയ ഒരു പാട്ടും മറ്റേ ചോയറും കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ വന്നത്. ഐൽ ഓഫ് വൈറ്റ് കാണാൻ വരുന്നവർ എന്തായാലും ഈ ഒരു മിനിയേച്ചർ വില്ലേജ് എന്തായാലും വരണത് വേർത്ത് ഇറ്റ്. ഒരുപാട് സ്ഥലത്ത് കാണും. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മോഡൽ. ഇത് പുറത്ത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന മിനിയേച്ചേഴ്സിന്റെ പുറത്തുള്ളതിന്റെ മിനിയേച്ചേഴ്സ് ആണല്ലേ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ പുറത്ത് ഇപ്പോൾ ചേഞ്ച് ആയി കാണും, കുറച്ച് ചേഞ്ച് ആയി കാണും. പക്ഷെ എനിക്ക് ചർച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. ലൈക്ക് എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ റൂഫ് ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. മോഡേണൈസ് ആയി കാണും. പക്ഷേ കുറെ ഇത് കാണും. പുറത്ത് പോയി നോക്കണം. ഇനി പുറത്ത് പോയി ചർച്ച് ഡെഫിനറ്റ്ലി കാണുമായിരിക്കും. ഞങ്ങൾ ഇന്നലെ ലൈറ്റ്സ് ഇട്ടിട്ടുള്ള ഒരു ഷൈനിലേക്ക് പോയില്ലേ, ഷാങ്ക്ലിൻ ഷൈൻ, അതിന്റെ മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു എയർഷിപ്പാണ്. ഇത് ശരിക്കുള്ള എയർഷിപ്പിന്റെ
ഇതിന്റെ 100 times ബിഗർ ആയിരുന്നു ശരിക്കും ലെയർ. ഓക്കെ, അതിന്റെ മിനിയേച്ചർ ആണത്. മിനിയേച്ചറാണ്. പക്ഷേ ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. ഇതിന് എവിടേക്കാ ആൾക്കാർ പോരുന്നതെന്ന് അറിയോ? നമ്മുടെ UK ഇന്ത്യയിലേക്കും പാരീസിലേക്കും പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന എയർഷിപ്പിന്റെ മിനിയേച്ചർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു മിനിയേച്ചർ റെയിൽവേ. ഇവിടെ ഒരു ട്രെയിൻ ഓടി കളിക്കുന്നുണ്ട്. അതിപ്പോ കറങ്ങി വരും. ഇവിടെ ഒരു പ്ലാറ്റ്ഫോമും ഉണ്ട്. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഗുഡ്സ് ആണോ അമ്മ? ഡിനോസേഴ്സിനെ ഡെലിവറി ചെയ്യുന്നു. ഡൈനോസറിന്റെ ഫോസിൽ കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഫോസിൽ കണ്ടുപിടിച്ച ഒരു പട്ടി എടുത്തിട്ട് പോകുന്നില്ലേ? ആ, പട്ടി എടുത്തിട്ട് പോയേ. മിനിയേച്ചേഴ്സ് ആണെങ്കിലും ഇത് ശരിക്കും നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീടുകളൊക്കെ കണ്ടില്ല, അത് ആക്ച്വൽ സ്റ്റോറിലെ കൺസ്ട്രക്ഷൻസ് ഇതിൻ്റെ 10 മടങ്ങ് വലിപ്പത്തിലാണ്. ഓൾസോ ഇന്ന് ഈസ്റ്റർ സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ. വീഡിയോ എത്തുമ്പോഴേക്കും ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ വിഷു ആവാറായിട്ടുണ്ടാവും. എന്നാലും ഒരു ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും. ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി സോവനിയറൊക്കെ മേടിച്ചു. ഏട്ടാ അവിടെ ബാക്കിൽ ഒരു ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനം ഉണ്ട് കണ്ടോ. എന്താ എന്ന് ഞാൻ പറയണില്ല, പക്ഷെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണം ആർക്കെങ്കിലും കൊടുക്കാൻ. മിനിയേച്ചർ വില്ലേജ് കണ്ടു കഴിഞ്ഞു. ഉള്ളിൽ കണ്ട പോലത്തെ ഒരു സെറ്റപ്പ് കണ്ട, ഈ റൂഫൊക്കെ കണ്ടോ, അവിടെ കണ്ട പോലത്തെ വീടുകൾ തന്നെയാണ് പുറത്തുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കണ്ടോ എൻ്റെ റൂഫ്, അതൊരു നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഓല മെയ്യാന്ന് പറയില്ലേ, അതുപോലെ ഇവിടുത്തെ ഏതൊരു ഗ്രാസ് എന്തോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു വയർ മെഷ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡഡ് ബാൻ കണ്ടു. എന്താണ് അവിടെ നിന്ന് കയറി നോക്കാൻ. പേര് പോലെ തന്നെ ബോട്ടിലിന് ഒരു ചെരുവ്, ടിപ്സി വൈറ്റ്. അടിപൊളി. എനിക്ക് ആ ഒരു തോട്ട് ഇഷ്ടപ്പെട്ടു. കയറി വരുന്നത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. അത് ആസ് യൂഷ്വൽ ഇവിടുത്തെ എല്ലാ പാലസിലും നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെയാണല്ലോ, അവിടുന്ന് സോവനീസൊക്കെ മേടിക്കാൻ പറ്റും. കടുത്ത സത്യം ചിലരെങ്കിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ആ പുസ്തകം കാണുമ്പോൾ മനസ്സിലാവുന്നത്. വിക്ടോറിയ ക്വീനിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്, ദ ഗ്രീഡി ക്വീൻ. ഇതാണെന്ന് തോന്നുന്നു പാലസ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള വലിയ വിശാലമായ ഗാർഡൻസും എന്തൊക്കെയായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രാവിലെ എനിക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ ഇങ്ങനെ ഇതിൽ നടന്ന് അല്ലേ, ഗാർഡനിലൂടെ രാവിലെ മോർണിംഗ് വാക്കൊക്കെ എടുക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ അവർ. ഇതാണ് പാലസ്. ഈ മരം കണ്ടോ, ഇതിൻ്റെ പഴക്കം എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1847 നട്ട മരമാണെന്നാണ് പറയണത്. അപ്പോൾ പാലസ് ടൂറ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാലസാണ്. പക്ഷെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഫോട്ടോസ് എത്ര വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേയൊക്കെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷനും പോർട്രേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, പല പല സ്റ്റോറീസ്. പിന്നെ കുറേയൊക്കെ സത്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാലസിൻ്റെ മറ്റേ വശം, നമ്മൾ കയറിയത് ഫ്രണ്ട് സൈഡാണോ ബാക്ക് സൈഡാണോ എന്നറിയില്ല. കണ്ടിട്ട് ഇതാണ് ഫ്രണ്ട് സൈഡായിട്ട് തോന്നുന്നത്.
അപ്പോൾ ഈ പാലസിൻ്റെ കൺസ്ട്രക്ഷൻ 1845 ചെയ്തതെന്നാണ് പറയണത്. ക്വീൻ വിക്ടോറിയയും ആൽബർട്ടും പ്രിൻസ് ആൽബർട്ടും കല്യാണം കഴിഞ്ഞ സമയത്ത് അവർക്ക് 3 പാലസ് എന്തോ ഉണ്ടായിരുന്നു. ബക്കിംഗം, വിൻസർ കാസൽ, പിന്നെ വേറെ ഏതോ ഒരെണ്ണം കൂടി. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായി, ഫാമിലി എക്സ്പാൻഡ് ആയി തുടങ്ങിയപ്പോൾ അവർക്ക് മേ ബി സ്പേസ് പോരാ എന്ന് തോന്നിയിട്ട് അവർ അങ്ങനെ കണ്ടുപിടിച്ച ഒരു പ്രോപ്പർട്ടിയാണ്. ഐ മീൻ അങ്ങനെ അവർ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പാലസാണിത്. ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഇൻഫർമേഷനാണ്. ഒരു വെക്കേഷൻ ഹോം പോലെ. താഴെ ഒരു ഫൗണ്ടൻ ആൻഡ് ഫർദർ ഒരു എക്സ്റ്റെൻഡഡ് ഗാർഡൻ, പിന്നെ നേരെ അങ്ങോട്ട് ബീച്ച്.